അപ്പോൾ നമ്മളെ പുതിയ വീഡിയോ എല്ലാവർക്കും സാധട്ടോ. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ഒരു കുപ്പിനോട് ട്രാപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യുന്നത്. നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീസണിലൊക്കെ മീനെ പിടിക്കാൻ പറ്റിയൊരു ട്രാപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് വേണ്ടി ഒരു ഹാൻഡ് വാഷിൻ്റെ ഒക്കെ ഒരു ക്യാൻ ഉണ്ടല്ലോ, അത് മതി ഇട്ടോ. നമുക്കൊരു ഹാൻഡ് വാഷിൻ്റെ ക്യാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഹാൻഡ് വാഷിൻ്റെ ക്യാനോടാണ് നമ്മൾ ട്രാപ്പ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഹാൻഡ് വാഷിൻ്റെ ക്യാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ബോട്ടിൽ, 2 വേണ്ട, 1 മതി, ഒന്ന് മതിയാവും കേട്ടോ. ഒന്നിൻ്റെ പകുതി മുറിച്ചാൽ മതിയാവും. എന്നിട്ട് നമുക്ക് പറഞ്ഞാൽ ബ്ലേഡ് എടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല മൂർച്ചുള്ള ബ്ലേഡ് എടുത്തിട്ടുണ്ട്. കത്തിയാണെങ്കിൽ മൂർച്ചുള്ള കത്തിയാണെങ്കിൽ കത്തിയാലും മതി കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ അടിഭാഗത്ത് ഉണ്ടല്ലോ, അടിഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഒരു ഹോള് മാതിരി നമുക്ക് ചെറുതായിട്ട് ഇട്ടോ, നമുക്ക് ചെറുതായി മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ചെറിയൊരു കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ഹോള് രൂപത്തിൽ ആക്കി കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഹോള് വലുതാക്കാനുള്ള കേട്ടോ, നമുക്ക് കുപ്പിൻ്റെ ആ പാകത്തിലാക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ നേരെ അടുത്ത സൈഡിൽ അതേമാതിരിയുള്ളൊരു ഹോളും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ 2 സൈഡിൽ കൂടി മീൻ കയറാനുള്ള രൂപത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാ നേരത്തെ അതിൻ്റെ അതേ ഭാഗത്ത് തന്നെ അപ്പുറത്തെ സൈഡിൽ തന്നെ അതേമാതിരി റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടെ നമുക്ക്. അപ്പോൾ അതാ നമ്മളതും കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 ഹോളായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ കാണാം, ഒന്ന് ഈ സൈഡിലും ഒന്ന് അപ്പുറത്തെ സൈഡിലും കേട്ടോ. ബാക്ക് ഭാഗത്തിട്ടരുത്, നമുക്ക് കുപ്പി ഇറക്കി വെക്കാനുള്ള കേട്ടോ. എന്നിട്ട് നമുക്ക് വേണ്ടി പറഞ്ഞാൽ ഈ ബോട്ടിലിൻ്റെ പകുതി ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മൂടിയിടുന്ന ഭാഗം ഉണ്ടല്ലോ, അതെടുത്തുകൊണ്ട് അതിൻ്റെ മൂടിൻ്റെ ആ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് കുറച്ച് മീഡിയം സൈസിലുള്ള മീനെ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിലൂടെ ചെറിയ ചെറിയ മീനെ കയറുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെയും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ ബ്ലേഡ് ഉപയോഗിക്കുമ്പോൾ കൈയൊക്കെ മുറിയാതെ നോക്കണം കേട്ടോ. നല്ല മൂർച്ചുള്ള ബ്ലേഡൊക്കെ ആണെങ്കിൽ നമ്മൾ കട്ടായില്ല പെട്ടെന്നൊക്കെ ഇതാക്കുമ്പോൾ കൈ മുറിയാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കത്തിയോ കത്രികയോ ഉപയോഗിക്കണോ നന്നാവുക. എന്നിട്ട് ഞാൻ ലാസ്റ്റ് ഞാൻ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുള്ള മീനൊക്കെ കയറാം. എന്നിട്ട് പറഞ്ഞാൽ നമ്മളൊന്ന് വെച്ച് നോക്കണ്ടോ, കുപ്പിൻ്റെ അളവിൽ വേണം നമുക്ക് നമ്മളെ ക്യാന് കട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആ കുപ്പിൻ്റെ അളവിൽ വെച്ച് നോക്കിയിട്ട് ആ ലെവലിൽ കറക്റ്റ് ഇറങ്ങി പോണ ആ രൂപത്തിൽ വേണം കട്ട് ചെയ്യാൻ കേട്ടോ. അതായത് ഓവർ ലൂസാകാനും പറ്റില്ല, കറക്റ്റ് ടൈറ്റിൽ നിൽക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പൊന്തിക്കുമ്പോഴൊക്കെ ഊരിപ്പോള ചാൻസ് കുറവുണ്ട്. അപ്പോൾ കറക്റ്റിൽ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ കണ്ടില്ലേ, കറക്റ്റ് ഒരു ഹോളിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കറക്റ്റ് കയറാൻ പാകത്തിൽ, അതായത് ലൂസാവരുത്, ടൈറ്റിൽ കയറണം കേട്ടോ. നമ്മൾ നോക്കി കറക്റ്റിൽ ടൈറ്റിൽ കയറും കേട്ടോ. അപ്പോൾ അതൊട്ട് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കിയാൽ കാണാം, ആ കറക്റ്റ് ലെവലിൽ തന്നെ ഇറങ്ങിയേക്കണം കേട്ടോ. ഓവർ അടിയിലോട്ട് പോകാൻ പറ്റില്ല, കറക്റ്റ് സെൻറ്റർ കട്ട് ചെയ്ത് കിട്ടും നമുക്ക് കേട്ടോ. ടൈറ്റ് നിൽക്കണം. അപ്പോൾ നമ്മൾ അടുത്ത് അത് സെറ്റ് ചെയ്ത് നമുക്ക് അടുത്ത് സെറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത് അതേമാതിരി തന്നെ അതിൻ്റെ കുപ്പിൻ്റെ വാൽഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് ആ താഴെ ഭാഗം ഒന്ന് കള്ളിമാരൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് അതിലൂടെ കുറച്ച് ചെറിയ മീൻ കൂടി കയറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നാൽ കറക്റ്റ് എന്നുള്ള നമുക്ക് ഒറ്റ കുപ്പീൻ്റെ ഇത് മതിയാവും. അല്ലെങ്കിൽ നമ്മൾ 2 കുപ്പി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു കുപ്പിയും തന്നെ ഫുള്ള് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കള്ളി രൂപത്തിലാണ് എടുത്തത്. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ.
ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം. നമുക്ക് എന്തെങ്കിലും കമ്പിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. ഞാനിപ്പോൾ ഒരു ഹീറ്ററിൻ്റെ ഇതാണ് ഉപയോഗിക്കാൻ കേടായതാണ് കേട്ടോ. ജസ്റ്റ് ഒരു മെഴുകുതിരിയിലിട്ട് ഞാൻ സെറ്റാക്കിയിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാ ഭാഗത്തും ഒരു ഹോൾസ് ഇട്ടെടുത്ത് സെറ്റാക്കുക. അപ്പോൾ സംഭവം ഫുള്ള് ഹോളൊക്കെ ഇട്ട് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ മറ്റേ ബോട്ടിലിറക്കാനുള്ള ഹോൾ ഇട്ടിട്ടുണ്ട്, എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ കുപ്പി ഒന്ന് ഇറക്കി നോക്കണം. അത് കട്ട് ചെയ്തിച്ചില്ലേ, അത് കറക്റ്റ് ലെവലിൽ ടൈറ്റിൽ തന്നെ ആണോ നോക്കണം, ലൂസായി പോകരുത് കേട്ടോ. അപ്പോൾ ഇത് സാധനം ഫുള്ള് ഓക്കെയാണ് കേട്ടോ, ഫുൾ ടൈറ്റിലാണ് നിൽക്കുന്നത്. പിന്നെ ഇതിലൂടെയാണ് ഈ ചെറിയ മീനുകളൊക്കെ കയറി കേട്ടോ. അപ്പം സാധനം ഫുള്ള് സെറ്റായിട്ടുണ്ട്. അപ്പോൾ തന്നെ രണ്ടെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഈ മേലത്തിലൂടെയാണ് കുറച്ച് അത്യാവശ്യം വലിയ മീനൊക്കെ കയറുക. പിന്നെ സൈഡിൽ കൂടി അത്യാവശ്യം ചെറിയ ചെറിയ മീനുകൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫുള്ള് സെറ്റ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞാൽ ഒരു കയറ് കെട്ടി കൊടുക്കണം. നമ്മൾ കയറ് കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കട്ടോ. നമ്മളതിലൊരു ഗഡ്സ് ഉണ്ട്, കുറച്ച് കട്ടിലൊരു ഗഡ്സ് ഉണ്ട്. അപ്പോൾ അതായിട്ട് നമ്മൾ കെട്ടി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതും കൂടി കെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ മറ്റേ തലഭാഗത്ത് 2 ഹോൾ ഇട്ട ഭാഗത്ത് 2 ഹോൾ അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഗഡ്സ് കെട്ടാൻ ഭാഗത്തിലേക്കിട്ടുള്ള മേലെ തന്നെ 2 ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലൂടെ ഒന്നിട്ടിട്ട് കെട്ടി കൊടുക്കട്ടോ. അപ്പം നമ്മുടെ ഒരു ഭാഗം കെട്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ തലഭാഗം കൂടിയും കെട്ടണം. തലഭാഗം കൂടി നമ്മൾ കെട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞാൽ നമ്മൾ ആ ഗഡ്സിന് സെൻറ്റർ ഭാഗം ഒന്ന് കെട്ടി കൊടുക്കണം കേട്ടോ. കുപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കാതൊക്കെയാണ് കെട്ടി കൊടുക്കുന്നത്. അപ്പം നമ്മൾ അത് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയത് പറഞ്ഞാൽ ഇതേമാതിരി വേണം കേട്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിച്ച് പോകില്ല. അപ്പോൾ ഇതേമാതിരി നമ്മൾ കെട്ടിയിരിക്കുക. എന്നിട്ട് ആ ബോട്ടിലും കൂടി ഒന്ന് ഇറക്കി കൊടുക്കട്ടോ. ആ ബോട്ടിലും കൂടി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കിക്കൂടി കേട്ടോ. അപ്പോൾ അതാ ഫുള്ള് സെറ്റായിട്ടുണ്ട് കണ്ടോ. ഇതിലൂടെ ചെറിയ മീനും കയറും, ഇതിലൂടെ വലിയ കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള മീനും കയറും കേട്ടോ. അപ്പോൾ നമുക്ക് ഒക്കെ സെറ്റായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്പോട്ടിലോട്ട് വിലയിട്ടോക്കാൻ. അപ്പോൾ നേരെ സ്പോട്ടിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കാരണം നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കമ്പനിക്കാരൻ അദീബ് കേട്ടോ. കുറച്ച് മുമ്പുള്ള വീഡിയോയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അവന്. അപ്പോൾ ഓനാണ് ഫുള്ള് സെറ്റ് ചെയ്യൽ, ട്രാപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഓനെ സെറ്റ് ചെയ്യൽ കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് മൈദയും മഞ്ഞപ്പൊടിയും കുഴച്ചെന്ന്, പിന്നെ കുറച്ച് ചോറും കൂടി ആയിട്ട് എടുത്തത്. അപ്പം നമ്മളത് അതിൻ്റെ ഉള്ളിൽ ഇട്ട് ഫുള്ള് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അറിയില്ല എന്തെങ്കിലും കിട്ടുമോന്നൊരു ഉറപ്പില്ല കേട്ടോ. നമുക്കത് ജസ്റ്റ് ഇട്ട് നോക്കാം, ട്രൈ ചെയ്യണം. നമുക്ക് ഇട്ട് നോക്കാം. എന്തെങ്കിലും കിട്ടിക്കുകയാണെങ്കിൽ അടിപൊളിയാവും കേട്ടോ. നമ്മളുണ്ടാക്കിയ ട്രാപ്പിൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ. എന്നിട്ട് നമ്മൾ സൈഡ് ഭാഗത്തൊന്ന് തേച്ച് കൊടുക്കണം. മീൻ കയറാൻ പാകത്തിലുള്ള മീൻ കണ്ടാലല്ല കയറുള്ളൂ. അപ്പോൾ നമ്മൾ ബോട്ടിലിൻ്റെ സൈഡ് ഭാഗത്തൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് ഇറക്കി കൊടുക്കേണ്ട ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയൊക്കെ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കുറച്ച് ചോറൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കോഴിപ്പാട്സൊക്കെ ഉണ്ട്, അതാണ് കുറച്ചും കൂടി ബെറ്റർ. മുഴുവൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ട്രൈ ആയതുകൊണ്ടാണ് ഇതേപോലെ ചോറൊക്കെ ഇട്ടിട്ട് സെറ്റാക്കുന്നത്.
പിന്നെ പറഞ്ഞാൽ നമ്മൾ വെക്കുന്ന സ്ഥലം പറഞ്ഞാൽ കുറച്ചൊരു ചാലാട്ടോ. ഇതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ ഒരു ചാല് മാതിരി പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഇറക്കി വെക്കുന്നത് കുറേ മീനൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്. അവിടെ ഇവിടെ ആയിട്ട് മീനൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇറക്കി വെക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇറക്കി വെച്ച് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇതിവിടെ സെറ്റാക്കിയിട്ട് നമുക്കൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് നോക്കാം കേട്ടോ. അപ്പോൾ തൊട്ട് നമ്മൾ സ്പോട്ടിലോട്ട് പോട്ടെ. നമ്മൾ ട്രാപ്പ് വെച്ച അവിടേക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ കയറിയിട്ടുണ്ടോ എന്താണെന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം ഇതിലെന്താ കിട്ടുമോ നോക്കാം. അപ്പോൾ എന്തൊക്കെയോ കയറിയിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. പൊക്കിയൊക്കെ കേട്ടോ. അടിപൊളി കയറിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് മീനുകൾ കയറിയിട്ടുണ്ട്. അപ്പോൾ തൊട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അത്ര കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിലാപ്പിയൊക്കെ കയറിയിട്ടുണ്ട്. പിലാപ്പി പിന്നെ നമ്മളെ ചെറിയ പരല് കുട്ടി പിന്നെ പിലാപ്പിൻ്റെ ചെറിയ കുട്ടി ഉണ്ടല്ലോ അത് പള്ളത്തിൻ്റെ പോലത്തെ മീനൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ പിലാപ്പിന് കുറച്ച് അധികം ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചെരിഞ്ഞ് കാണിച്ചു തരട്ടെ എത്ര കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങൾ നോക്കി എത്ര കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. നമുക്ക് പിലാപ്പി കുറച്ചുണ്ട് കേട്ടോ കിട്ടിയത്. പിന്നെ പറഞ്ഞാൽ ഇതായി പിലാപ്പി എന്ന് പറഞ്ഞ മീൻ പല നാട്ടിൽ പല പേര് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാന്ന് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ അതേപോലത്തെ മീൻ പിലാപ്പി എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്ത് മീനാണ് പറയുന്നതെന്ന് പറഞ്ഞു തരണം കേട്ടോ. നമുക്ക് കുറച്ച് പരൽ കുട്ടി കുറേ കയറിയിട്ടുണ്ട് കേട്ടോ. കുറേ പരലിൻ്റെ കുട്ടികളുണ്ട്. അതുകൊണ്ടല്ലേ ഇതൊക്കെ കണ്ടല്ലേ പൊടിക്കോട്ടിപ്പരലാട്ടോ. ചെറിയ പൊടികളാണ്. ഇതിനൊക്കെ നമുക്ക് എന്തായാലും റിലീസ് ചെയ്യട്ടോ. നമുക്ക് ഇതിനൊന്നും ആവശ്യമില്ല. ഇതൊക്കെ ഒന്ന് വലുതായിട്ട് നമുക്ക് പിടിക്കാന്നുള്ള ഇതിലാട്ടോ നമ്മൾ ഒക്കെ വാരിയിടുന്നുണ്ട്. പിന്നെ പറഞ്ഞാൽ ഈ അലിഗേറ്റർ കാർ അങ്ങനത്തെ മീനുള്ളവർക്ക് സുഖം കേട്ടോ. ഈ ചെറിയ അലിഗേറ്റർ കാറൊക്കെ ഉണ്ടെങ്കിൽ ഈ ചെറിയ പരലിനൊക്കെ ഫീഡ് ചെയ്യും കേട്ടോ. പിന്നെ അത്യാവശ്യം വലിപ്പമുള്ളതൊക്കെ ആണെങ്കിൽ അകത്ത് ചെറിയ ചെറിയ പിലാപ്പിയൊക്കെ കിട്ടിയാൽ സുഖമായിട്ട് ഫീഡ് ചെയ്യും കേട്ടോ. നമുക്ക് എന്തായാലും ഒന്ന് ഒരു അലിഗേറ്റർ വാങ്ങണം. നിങ്ങൾ സപ്പോർട്ടുണ്ട് നമുക്കൊന്നും കൂടി ഒന്ന് വാങ്ങണം ഒരു അലിഗേറ്റർ കാർ. അപ്പോൾ ഇത് കണ്ടില്ല നമുക്ക് കിട്ടിയ മീനുകൾ എങ്ങനെയുണ്ട്. കുറേ പരലുണ്ട് കേട്ടോ. കോട്ടിപ്പരൽ നമുക്ക് പെറുക്കിയിട്ടും കഴിയുന്നില്ല. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ വെള്ളത്തേക്ക് റിലീസ് ചെയ്യട്ടോ. നമുക്ക് ഇതിന് ആവശ്യമില്ല. നമുക്ക് കുറച്ച് വലുതായിട്ട് പിടിക്കുക വെച്ചിട്ട് നമ്മൾ റിലീസ് ചെയ്യണം കേട്ടോ. അപ്പോൾ പോണ കണ്ടില്ലേ പിലാപ്പി പോണ കണ്ടില്ലേ. ഇവിടെ പറഞ്ഞാൽ നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും 1K ഒക്കെ ആയത്. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ പറഞ്ഞാൽ നമ്മൾ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ പറഞ്ഞാൽ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.